കറ്റാർവാഴ ചെടി വീട്ടിലുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഇതാണ്. ഇത് അറിയാതെ പലരും പല തെറ്റുകളും ചെയ്യാറുണ്ട്. സാധാരണയായി നമ്മൾ കാണാറുണ്ട്, പലരും തങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പറമ്പിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ കറ്റാർവാഴ ചെടി വളരെ ഇഷ്ടത്തോടെ വളർത്താറുണ്ട്. എന്നാൽ ഈ കറ്റാർവാഴ ചെടി വളർത്തുന്ന കാര്യത്തിൽ പലർക്കും പലതരം സംശയങ്ങളുണ്ടാകും. യഥാർത്ഥത്തിൽ കറ്റാർവാഴ വീടിന്റെ അടുത്ത് വളർത്താമോ, വളർത്താൻ പാടില്ലേ? ഒരുപക്ഷെ വളർത്തിയാൽ എന്ത് ഫലങ്ങളുണ്ടാകും? ഒരുപക്ഷെ വളർത്താൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് കാരണമെന്താണ്? ഇതുപോലുള്ള നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാം. ഈ എല്ലാ സംശയങ്ങൾക്കും ശാസ്ത്രീയമായ ഉത്തരം, അതുപോലെ കറ്റാർവാഴ ചെടി കൊണ്ടുള്ള അത്ഭുതകരമായ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായി മനസ്സിലാക്കാം. ഈ കാര്യങ്ങൾ കേട്ടതിനു ശേഷം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറും. അതിനാൽ ഈ വീഡിയോ എവിടെയും ഒഴിവാക്കാതെ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ കാര്യം മനസ്സിലാകും. വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കുക. കമന്റ് ബോക്സിൽ ഓം ശ്രീ ആശത് ചക്ര നാരായണായ നമോ എന്ന് കമന്റ് ചെയ്യുക. കാരണം ഈ ഭൂമിയിലുള്ള ഔഷധ സസ്യങ്ങൾക്കെല്ലാം ആ നാരായണനാണ് അധിപൻ. അതിനാൽ ഓം ശ്രീ ആശത ചക്ര നാരായണായ നമോ എന്ന് കമന്റ് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഭാരതീയ സനാതന ധർമ്മത്തിൽ ഓരോ വസ്തുവിനും ഓരോ സസ്യത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അതിൽ കറ്റാർവാഴയ്ക്കുള്ള സ്ഥാനം വളരെ പ്രത്യേകമാണ്. കറ്റാർവാഴയെ സംസ്കൃതത്തിൽ കുമാരി എന്ന് വിളിക്കുന്നു. അതായത് ഈ സസ്യം എപ്പോഴും യുവത്വത്തോടെയും പുതുമയോടെയും ഇരിക്കുന്നു എന്ന് അർത്ഥം. ആരോഗ്യപരമായി ഇതിന്റെ ഉപയോഗങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ചർമ്മ സൗന്ദര്യത്തിനും മുടി വളർച്ചയ്ക്കും വയറ്റിലെ പ്രശ്നങ്ങൾക്കും കറ്റാർവാഴ ഒരു അത്ഭുതകരമായ ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ആത്മീയപരമായി നോക്കിയാൽ ഇതിനുള്ള ശക്തി വ്യത്യസ്തമാണ്. പല ആളുകളിലും ഒരു ഭയമുണ്ട്. അതെന്തെന്നാൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട്ടിൽ മുള്ളുകളുള്ള സസ്യങ്ങൾ വളർത്തരുത്. കാക്ടസ് പോലുള്ള സസ്യങ്ങൾ വീട്ടിൽ വളർത്തിയാൽ നെഗറ്റീവ് എനർജി വരുമെന്നും വീട്ടിൽ വഴക്കുകൾ ഉണ്ടാകുമെന്നും പണ്ഡിതന്മാർ പറയാറുണ്ട്. എന്നാൽ കറ്റാർവാഴ സസ്യത്തിനും അരികുകളിൽ ചെറിയ ചെറിയ മുള്ളുകളുണ്ടല്ലോ. ഈ മുള്ളുകൾ കണ്ട് പലരും ഇത് മുള്ളുള്ള സസ്യമാണല്ലോ, ഇത് വീട്ടിൽ വളർത്തിയാൽ ദോഷം വരുമോ എന്ന് ഭയന്ന് പറിച്ചെറിയാറുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ കറ്റാർവാഴ ചെടി വളർത്തുന്നില്ലെങ്കിലും ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കറ്റാർവാഴ ചെടിക്ക് മുള്ളുകളുണ്ടെങ്കിലും ശാസ്ത്രങ്ങൾ ഇതിനെ ഒരു വിശുദ്ധ സസ്യമായി കണക്കാക്കുന്നു. മുള്ളുകളുള്ള എല്ലാ സസ്യങ്ങളും ദോഷകരമല്ല. കറ്റാർവാഴയുടെ കാര്യത്തിൽ ആ മുള്ളുകൾ നമുക്ക് ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. ശാസ്ത്രമനുസരിച്ച് കറ്റാർവാഴ ചെടിയിൽ മുക്കോടി ദേവതകൾ വസിക്കുന്നു. ഇത് കേൾക്കാൻ വിചിത്രമായി തോന്നാമെങ്കിലും ഇത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. കറ്റാർവാഴ ചെടിയുടെ ഓരോ ഭാഗത്തും ഓരോ ദേവതയുടെ ശക്തി ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ചെടിക്ക് മുള്ളുകളുണ്ടെങ്കിലും ആ മുള്ളുകളിലും ദിവ്യത്വം ഉണ്ടെന്ന് മുതിർന്നവർ പറഞ്ഞത്. എല്ലാ ദേവതകളും ഈ ചെടിയിൽ വസിക്കുന്നതുകൊണ്ടാണ് ഇത് ഏത് കഠിന സാഹചര്യങ്ങളിലും ജീവിക്കാൻ കഴിയുന്നത്. ഇതിന് വെള്ളം കുറവാണെങ്കിലും സൂര്യപ്രകാശം കൂടുതലാണെങ്കിലും ഇത് എപ്പോഴും പച്ചയായി ജീവസുറ്റതായിരിക്കും. ഈ ചെടി നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് വളർത്തുന്നതിലൂടെ ആ മുക്കോടി ദേവതകളുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീടിനുണ്ടാകും. അതുകൊണ്ട് കറ്റാർവാഴ വളർത്തണോ വേണ്ടയോ എന്ന സംശയം ഇനി നിങ്ങൾക്ക് വേണ്ട. നിർബന്ധമില്ലാതെ നിങ്ങൾക്ക് കറ്റാർവാഴ നിങ്ങളുടെ വീടുകളിൽ വളർത്താം. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കില്ല, മറിച്ച് അനന്തമായ ശുഭഫലങ്ങൾ ലഭിക്കും. ഈ ചെടി വീട്ടിലുണ്ടെങ്കിൽ വീട് ഒരു ദേവാലയത്തിന് തുല്യമായി മാറുമെന്നും ചിലർ വിശ്വസിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ കറ്റാർവാഴ ചെടി നമ്മുടെ വീടിന് ഒരു അത്ഭുതകരമായ ദൃഷ്ടി നിവാരിണിയായി പ്രവർത്തിക്കുന്നു. സമൂഹത്തിൽ നമുക്കറിയാതെ തന്നെ നമ്മുടെ മേൽ പലർക്കും ദൃഷ്ടിയുണ്ടാകും. നമ്മൾ നന്നായിരുന്നാൽ സഹിക്കാൻ കഴിയാത്തവരും നമ്മുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നവരും ധാരാളമുണ്ടാകും. ഇതിനെയാണ് നമ്മൾ നരദൃഷ്ടി എന്ന് പറയുന്നത്. ഈ നരദൃഷ്ടി എന്നത് വളരെ ഭയങ്കരമാണ്. നരദൃഷ്ടിക്ക് കറുത്ത കല്ലും പൊട്ടും എന്നത് വെറും പഴഞ്ചൊല്ലല്ല, അതൊരു മുന്നറിയിപ്പാണ്. മറ്റുള്ളവരുടെ നോട്ടത്തിലുള്ള അസൂയയും വെറുപ്പും നമ്മുടെ വീട്ടിൽ പതിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അശാന്തിയും അനാരോഗ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു കറ്റാർവാഴ ചെടി നട്ടുവളർത്തുകയാണെങ്കിൽ ആ അസൂയ നിറഞ്ഞ നോട്ടങ്ങളെ ഇത് തന്നിലേക്ക് തിരിച്ചുവിടും. നെഗറ്റീവ് വൈബ്രേഷൻസ് നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കാതെ ഈ ചെടി തടയും. അതുകൊണ്ടാണ് പണ്ടുമുതലേ നമ്മുടെ മുതിർന്നവർ വീടിന്റെ മുന്നിൽ കറ്റാർവാഴ വളർത്തിയിരുന്നത്.
ഉമ്മറപ്പടിയിൽ കറ്റാർവാള് കെട്ടിയിരുന്നത് വായുവിലുള്ള നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് വീടിൻ സംരക്ഷണം നൽകുന്ന അത്ഭുത ശക്തി ഈ ചെടിക്കുണ്ട്. അതുപോലെ ദുഷ്ടശക്തികൾ, ദുർഗന്ധം, നെഗറ്റീവ് ഊർജം എന്നിവയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ചിലപ്പോൾ നമുക്കറിയാതെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തോ അറിയാത്ത ഭയവും സമ്മർദ്ദവും കാണപ്പെടാറുണ്ട്. അത് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിച്ച ദുഷ്ടശക്തികളുടെ സ്വാധീനമാകാം. കറ്റാർവാള് ചെടി ഒരു ഫിൽട്ടറായി പ്രവർത്തിക്കുന്നു. ഇത് വായുവിനെ ശുദ്ധീകരിക്കുക മാത്രമല്ല, ആത്മീയമായും ആ വായുവിലെ മാലിന്യങ്ങളെയും ദുഷ്ടശക്തികളെയും നിർവീര്യമാക്കുന്നു. നെഗറ്റീവ് എനർജി ഏത് രൂപത്തിൽ വന്നാലും കറ്റാർവാള് അതിനെ അതിന്റെ മുള്ളുകൾ കൊണ്ട് ഛേദിച്ച് കളയും. അതുകൊണ്ടാണ് ഇതിനെ വീടിന്റെ മുന്നിൽ വളർത്തുന്നത്. ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കുന്നത്. നെഗറ്റീവ് ഊർജം ആഗിരണം ചെയ്യാനും പോസിറ്റീവ് ഊർജമാക്കി മാറ്റാനും ഈ സസ്യത്തിന് കഴിവുണ്ട്. ഭൂത്, പ്രേത, പിശാച് ശക്തികളെയും ഈ സസ്യം തടയുന്നതിനാൽ എല്ലാവരും തങ്ങളുടെ വീടിനടുത്ത് ഒരു കറ്റാർവാള് ചെടി വളർത്തുന്നത് വളരെ നല്ലതാണ്. സമ്പത്തിന്റെ കാര്യത്തിൽ സാക്ഷാൽ ലക്ഷ്മിദേവിക്ക് കറ്റാർവാള് ചെടി വളരെ ഇഷ്ടമാണ്. ലക്ഷ്മിദേവി എപ്പോഴും പച്ചപ്പും ശുചിത്വവുമുള്ള സ്ഥലത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. കറ്റാർവാൾ ചെടി പച്ചയും ആകർഷകവുമാണെങ്കിൽ ആ വീട്ടിലേക്ക് ലക്ഷ്മിദേവിയുടെ വരവ് എളുപ്പമാകും. കറ്റാർവാൾ ചെടിയുള്ള വീടുകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ധനപരമായ പ്രശ്നങ്ങളും അധികം ഉണ്ടാകില്ല. ഉണ്ടെങ്കിൽ തന്നെ അവ പെട്ടെന്ന് നീങ്ങും. സമ്പാദിച്ച പണം അനാവശ്യമായി ചെലവഴിക്കാതെ അത് വർദ്ധിക്കണമെങ്കിൽ കറ്റാർവാള് ചെടി വീടിന്റെ മുന്നിൽ വളർത്തണം. ദേവപൂജയിൽ കറ്റാർവാള് ഉപയോഗിച്ചില്ലെങ്കിലും അതിന്റെ സാന്നിധ്യം വീട്ടിൽ ഉണ്ടാകുന്നത് ഒരു വലിയ പരിഹാരമാണ്. പണം പാഴാകാതെ തടയുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും ഈ ചെടിയിൽ നിന്ന് വരുന്ന വൈബ്രേഷനുകൾ നമ്മെ സഹായിക്കും. എവിടെയാണോ ദേവതാ ശക്തികൾ കുടികൊള്ളുന്നത് അവിടെ ദാരിദ്ര്യം ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് കറ്റാർവാൾ വളർത്തുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും. മറ്റൊരു പ്രധാന പ്രയോജനം എന്തെന്നാൽ ഇത് കുടുംബ അംഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ സൗഹൃദം വർദ്ധിപ്പിക്കുന്നു. ഇക്കാലത്ത് ജോലിയുടെ സമ്മർദ്ദം കാരണം പല കാരണങ്ങളാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദമ്പതികൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. മനസ്സമാധാനം ഇല്ലാതെ പലരും കഷ്ടപ്പെടാറുണ്ട്. കറ്റാർവാൾ ചെടിയിലുള്ള ഒരുതരം ശാന്തഗുണം അത് പുറത്തുവിടുന്ന ഊർജം വീടിന്റെ അന്തരീക്ഷത്തെ തണുപ്പിക്കുന്നു. ദേഷ്യം, അസ്വസ്ഥത തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളെ കുറച്ച് സ്നേഹവും അനുരാഗവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ദമ്പതികൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ നീക്കി അവർ അന്യോന്യം സ്നേഹത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. വീട്ടിൽ ശാന്തമായ അന്തരീക്ഷം ഉണ്ടെങ്കിലല്ലേ ഏത് കാര്യവും വിജയകരമാകൂ. ആ ശാന്തത നൽകുന്നതിൽ കറ്റാർവാള് ചെടിയുടെ പങ്ക് വളരെ വലുതാണ്. ആരോഗ്യപരമായി നോക്കിയാലും കറ്റാർവാള് ചെയ്യുന്ന ഗുണം ചെറുതല്ല. കറ്റാർവാള് എന്നത് വെറുമൊരു ചെടി മാത്രമല്ല, അത് പ്രകൃതി നമുക്ക് നൽകിയ ഒരു അത്ഭുതകരമായ ലിവിംഗ് മെഡിസിൻ അല്ലെങ്കിൽ സജീവ ഔഷധശാലയാണെന്ന് പറയണം. ആയുർവേദത്തിൽ ഇതിനെ കുമാരി എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതായത് ഇത് മനുഷ്യനെ എപ്പോഴും യുവത്വത്തോടെ നിലനിർത്താനുള്ള ശക്തി ഉണ്ടെന്നാണ് അർത്ഥം. കറ്റാർവാളയിൽ ഏകദേശം 75 തരം പോഷകങ്ങൾ, 20 തരം ധാതുക്കൾ, 12 തരം വിറ്റാമിനുകൾ, 18 തരം അമിനോ ആസിഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ മുൻകരുതൽ തീർച്ചയായും എടുക്കണം. കറ്റാർവാള് ഇൽ മുറിക്കുമ്പോൾ അതിൽ നിന്ന് മഞ്ഞ നിറത്തിൽ ഒരു ദ്രാവകം വരും. ഇതിനെ അലോയിൻ എന്ന് പറയുന്നു. ഇത് വയറ്റിൽ ചെന്നാൽ വയറിളക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇല മുറിച്ച ശേഷം ഒരു 15 മിനിറ്റ് നേരം കുത്തനെ വെച്ച് ആ മഞ്ഞ നിറമുള്ള ദ്രാവകം മുഴുവൻ പോയ ശേഷം വെളുത്ത ജെൽ വരുന്നതുവരെ നന്നായി കഴുകണം. ഇങ്ങനെ വൃത്തിയാക്കിയ ജെൽ നമ്മുടെ ശരീരത്തിന് ചെയ്യുന്ന ഗുണങ്ങൾ ചെറുതല്ല. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് കറ്റാർവാള് ഒരു വരദാനം പോലെയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിക്കുന്ന മായം കലർന്ന ഭക്ഷണവും ക്രമം തെറ്റിയ ഭക്ഷണവും കാരണം ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ സാധാരണമായി മാറിയിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ ഒഴിഞ്ഞ വയറ്റിൽ ഒരു സ്പൂൺ കറ്റാർവാഴ ജെൽ ചെറുചൂടുവെള്ളത്തിൽ കലർത്തി കഴിക്കുന്നത് കുടലിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ പുറത്തുപോകാൻ സഹായിക്കും. ഇത് സ്വാഭാവികമായി വിരേചകമായി പ്രവർത്തിച്ച് മലബന്ധം മാറ്റുന്നു. കൂടാതെ വയറ്റിൽ അൾസർ ഉള്ളവർ കറ്റാർവാഴ നീർ കുടിക്കുന്നത് ആ മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കും. ശരീരത്തിൽ അമിതമായ ചൂട് കാരണം ബുദ്ധിമുട്ടുന്നവർ കറ്റാർവാഴ പൾപ്പ് കൽക്കണ്ടവുമായി ചേർത്ത് കഴിക്കുന്നത് ശരീരം തണുപ്പിക്കാൻ സഹായിക്കും. കറ്റാർവാഴ പൾപ്പ് മാത്രം കഴിച്ചാൽ രക്തത്തിലെ
പഞ്ചസാരയുടെ അളവ് കുറയും. അതിനാൽ പ്രമേഹമുള്ളവർ ഡോക്ടറുടെ ഉപദേശപ്രകാരം ഇത് പതിവായി കഴിക്കുന്നത് നല്ല ഫലം നൽകും. ചർമ്മ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ കറ്റാർവാഴ ചെയ്യുന്ന അത്ഭുതങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്. എന്നാൽ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്തതുകൊണ്ട് പലരും വിപണിയിൽ ലഭിക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയ ക്രീമുകളിലേക്ക് തിരിയുന്നു. നിങ്ങൾ ആയിരക്കണക്കിന് രൂപ മുടക്കി വാങ്ങുന്ന ബ്യൂട്ടി പ്രൊഡക്റ്റുകളിലെ പ്രധാന ഘടകം ഈ കറ്റാർവാഴ ജെൽ ആണ്. വെയിൽ കാരണം ചർമ്മം കറുക്കുന്നത്, മുഖക്കുരു, പാടുകൾ എന്നിവയുള്ളപ്പോൾ പുതിയ കറ്റാർവാഴ ജെൽ മുഖത്ത് പുരട്ടി 20 മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞാൽ ചർമ്മം തിളക്കമുള്ളതായി മാറും. ഇത് ചർമ്മത്തിന് സ്വാഭാവികമായ മോയിസ്ചറൈസറായി പ്രവർത്തിച്ച് ചുളിവുകൾ വരാതെ സംരക്ഷിക്കുന്നു. മുറിവുകളോ പൊള്ളലുകളോ ഉണ്ടാകുമ്പോൾ കറ്റാർവാഴ ജെൽ പുരട്ടുന്നത് അണുനാശിനിയായി പ്രവർത്തിക്കുകയും വേദന കുറയ്ക്കുകയും അണുബാധ തടയുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ശൈത്യകാലത്ത് ചർമ്മം വരണ്ടുപോകാതിരിക്കാൻ ഇത് ഒരു അത്ഭുതകരമായ കവചമായി പ്രവർത്തിക്കുന്നു. മുടി പ്രശ്നങ്ങൾക്കും കറ്റാർവാഴ ഒരു രാമബാണമാണ്. ധാരൻ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ കറ്റാർവാഴ ജെൽ തലയിൽ പുരട്ടി മസാജ് ചെയ്യുന്നത് തലയിലെ ചൊറിച്ചിൽ കുറയ്ക്കുകയും താരൻ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇത് മുടിയിഴകളെ ശക്തിപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. വെളിച്ചെണ്ണയിൽ കറ്റാർവാഴ പൾപ്പ് ചേർത്ത് ചൂടാക്കി ആ എണ്ണ ഉപയോഗിക്കുന്നത് മുടി കറുപ്പിക്കാനും കട്ടിയാക്കാനും സഹായിക്കുന്നു. ഇതൊരു സ്വാഭാവിക കണ്ടീഷണറായി പ്രവർത്തിക്കുകയും മുടി മൃദുവായി നിലനിർത്തുകയും ചെയ്യുന്നു. അതുപോലെ വിളർച്ചയുള്ള സ്ത്രീകൾക്ക് കറ്റാർവാഴ ജ്യൂസ് വളരെ പ്രയോജനകരമാണ്. ഇത് ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഇതിന് ഒരു പ്രധാന പങ്കുണ്ട്. കറ്റാർവാഴ ജ്യൂസ് വൈറൽ പനികളും അണുബാധകളും ശരീരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. കറ്റാർവാഴ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ, കറ്റാർവാഴ പൾപ്പ് വെള്ളത്തിൽ കലർത്തി അതിൽ നാരങ്ങാനീരും തേനും ചേർത്ത് കുടിച്ചാൽ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കും. എന്നിരുന്നാലും ഇത്രയധികം ഗുണങ്ങളുള്ള കറ്റാർവാഴ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ചെറിയ കുട്ടികളും ഡോക്ടറുടെ ഉപദേശം കൂടാതെ കഴിക്കരുത്. അതുപോലെ വൃക്കരോഗങ്ങളുള്ളവരും ഡോക്ടറുടെ ഉപദേശത്തോടെ മാത്രമേ കറ്റാർവാഴ കഴിക്കാൻ പാടുള്ളൂ. കറ്റാർവാഴ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുക മാത്രമല്ല, നിങ്ങളുടെ മുഖത്ത് അറിയാത്ത ഒരു തിളക്കവും ഉന്മേഷവും ശ്രദ്ധിക്കും. ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് ലഭ്യമാകുന്ന വളരെ കുറഞ്ഞ ചിലവിലുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലെയാണ്. അതിനാൽ ഈ രാസവസ്തുക്കളും മരുന്നുകളും ഉപയോഗിക്കുന്നതിനേക്കാൾ ഈ പ്രകൃതിദത്തമായ കറ്റാർവാഴ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇത്രയധികം പ്രയോജനങ്ങളുള്ള കറ്റാർവാഴ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ നമ്മുടെ വീടിനടുത്ത് ശുദ്ധമായി വളർത്തുന്നതിലൂടെ നമുക്ക് എപ്പോഴും പുതിയ മരുന്ന് ലഭ്യമാകും. മിക്ക ആളുകളും കറ്റാർവാഴയെ ഒരു സസ്യമായി മാത്രമാണ് കാണുന്നത്. എന്നാൽ അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയ കാരണങ്ങളും വളരെ അത്ഭുതകരമാണ്. വായുവിലെ വിഷവാതകങ്ങളെ വലിച്ചെടുക്കുകയും രാത്രി സമയങ്ങളിൽ പോലും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്ന അപൂർവ സസ്യങ്ങളിൽ ഒന്നാണ് കറ്റാർവാഴ. അതിനാൽ ഇത് ബാൽക്കണികളിലോ ജനലുകൾക്ക് അടുത്തോ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ശുദ്ധമായ പ്രാണവായു നൽകും. ഇത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം മനസ്സിനും ഉന്മേഷം നൽകും. അതുപോലെ കറ്റാർവാഴ ചെടി വളരുന്ന രീതി അനുസരിച്ച് നിങ്ങളുടെ വീടിന്റെ ഊർജവും നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും. നിങ്ങൾ ചെടിയെ നന്നായി പരിപാലിച്ചിട്ടും അത് വാടിപ്പോകുകയാണെങ്കിൽ ആ വീട്ടിൽ നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ ദോഷങ്ങൾ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ആ വാടിയ ചെടി മാറ്റി ശാന്തി കർമ്മങ്ങൾ ചെയ്ത ശേഷം വീണ്ടും പുതിയ ചെടി നടണം. ചില പ്രദേശങ്ങളിൽ കറ്റാർവാഴ ശനിദോഷ നിവാരണത്തിനും ഉപയോഗിക്കാറുണ്ട്. ശനിദേവന്റെ അനുഗ്രഹം നേടുന്നതിനും 7 ശനിയുടെ സ്വാധീനം കുറയ്ക്കുന്നതിനും ഈ ചെടി വളർത്തുന്നത് നല്ലതാണെന്ന് ചില പണ്ഡിതന്മാർ പറയാറുണ്ട്. അതുപോലെ രാഹുകേതു ദോഷങ്ങളുള്ളവരും കറ്റാർവാഴ വളർത്തുന്നതിലൂടെ ആ ദോഷത്തിന്റെ തീവ്രത കുറയും. മൊത്തത്തിൽ നോക്കുമ്പോൾ കറ്റാർവാഴ ഒരു സസ്യം മാത്രമല്ല, അതൊരു സംരക്ഷണ കവചം, ഒരു വൈദ്യൻ, ഒരു ഐശ്വര്യദാതാവ് കൂടിയാണ്. ഇത്രയും അത്ഭുതകരമായ ഗുണങ്ങളുള്ള കറ്റാർവാഴയെ നമ്മൾ ഉപേക്ഷിക്കരുത്. ഇതിന് വലിയ പരിചരണവും ആവശ്യമില്ല. ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം ഒഴിച്ചാൽ ഇത് വളരെ ആരോഗ്യത്തോടെ വളരും. അതുകൊണ്ട് സ്ഥലമില്ലെന്ന് ഒഴികഴിവുകൾ പറയാതെ ചെറിയൊരു ചട്ടിയിലെങ്കിലും ഈ കറ്റാർവാഴ ചെടി വീട്ടിൽ വളർത്തുക. അവസാനമായി പറയുന്നത് എന്തെന്നാൽ പ്രകൃതിയിലെ ഓരോ ജീവിക്കും ഒരു ഉദ്ദേശ്യമുണ്ട്. നമുക്ക് നന്മ ചെയ്യാനാണ് പ്രകൃതി തയ്യാറായിരിക്കുന്നത്. നമ്മൾ അത് ശരിയായി മനസ്സിലാക്കിയാൽ മതി. കറ്റാർവാഴ ചെടിയുടെ കാര്യത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉപേക്ഷിച്ച് അതിനെ
ദൈവികമായി കണ്ട് നിങ്ങളുടെ വീടിനടുത്ത് വളർത്തുക. അതിലൂടെ ഉണ്ടാകുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കും. അയൽവാസികളുടെ അസൂയാലുക്കളായ നോട്ടങ്ങളിൽ നിന്ന് നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കാനും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വളർത്താനും കറ്റാർവാഴ ചെടി നിങ്ങളെ വളരെയധികം സഹായിക്കും. ദേവന്മാരുടെ വാസസ്ഥലമായ ഈ ചെടി വീട്ടിൽ വളർത്തുക, ബഹുമാനിക്കുക. അത് നിങ്ങളെ എല്ലാ സമയത്തും സംരക്ഷിക്കും. കറ്റാർവാഴ ചെടിയെക്കുറിച്ച് ഇതുവരെ നമുക്കറിയാത്ത എത്രയോ രസകരമായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ രസകരമായ ആത്മീയ ആരോഗ്യ രഹസ്യങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ സിംബൽ ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ ലഭിക്കും. ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കുക. ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഈ മരം അബദ്ധത്തിൽ പോലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകരുത്. ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഒട്ടും നല്ലതല്ല. സമ്പത്ത് കുറയും. നിങ്ങളുടെ വീട്ടിലേക്ക് ദുഷ്ടശക്തികളും നെഗറ്റീവ് ഊർജവും പ്രവേശിച്ചുകൊണ്ടിരിക്കും. മരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. അതിനാൽ ആരും ഈ ചെടികൾ വീട്ടിൽ വളർത്തരുത്. അഥവാ അറിയാതെ വളർത്തുകയാണെങ്കിൽ ഉടൻ തന്നെ അത് പറിച്ചു കളയുക. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക. വാസ്തുശാസ്ത്രം അനുസരിച്ച് ചില ചെടികൾ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം കൊണ്ടുവരും. മറ്റു ചില ചെടികൾ വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജം കൊണ്ടുവരും. ചില ചെടികൾ നമുക്ക് നന്മ ചെയ്യുമ്പോൾ മറ്റു ചിലത് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ചില ചെടികൾ വീട്ടിൽ വളർത്തരുതെന്ന് മുതിർന്നവർ പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ അബദ്ധത്തിൽ പോലും ഈ 7 ചെടികൾ വളരുകയാണെങ്കിൽ ഉടൻ തന്നെ അവയെ പിഴുതെറിയുക. വീട്ടിൽ വളർത്താൻ പാടില്ലാത്ത ആ ചെടികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക. വിഷയത്തിലേക്ക് വന്നാൽ, വീട്ടിൽ വളർത്താൻ പാടില്ലാത്ത ചെടികളിൽ ആദ്യത്തേത് റേഗി മരമാണ്. റേഗി പഴങ്ങൾ കഴിക്കാൻ വളരെ രുചികരമാണ്. എന്നാൽ ഈ മരങ്ങൾ വീട്ടിൽ നടുന്നത് അത്ര നല്ലതല്ല. ഈ മരം വീട്ടിൽ നടുന്നത് അല്ലെങ്കിൽ വളർത്തുന്നത് ആ വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. റേഗി മരത്തിനുള്ള മുള്ളുകൾ വീട്ടിലേക്ക് പ്രതികൂല ശക്തികളെ കൊണ്ടുവരും. വീടിനുള്ളിൽ റേഗി മരം നടുന്നത് വീട്ടിലുള്ളവർക്കിടയിൽ വഴക്കുകൾ, കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ഉണ്ടാക്കും. മാത്രമല്ല, ഈ മരം വളർത്തിയാൽ വീട്ടിൽ ധനം നഷ്ടപ്പെടും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വീട്ടിൽ ഈ മരങ്ങൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ലക്ഷ്മീദേവി വസിക്കില്ല. അതുകൊണ്ട് ആരും വീടിനടുത്ത് റേഗി മരങ്ങൾ വളർത്തരുത്. നിങ്ങൾക്ക് അറിയാതെ ഇതുവരെ വീടിനടുത്ത് റേഗി മരം വളർത്തിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് പിഴുതെറിയുക. ഇനി രണ്ടാമത്തെ മരം എന്താണെന്ന് വെച്ചാൽ പുളിമരമാണ്. ഇത് വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ദുഷ്ടശക്തികൾ വരും. കാരണം പുളിമരങ്ങൾ ദുഷ്ടശക്തികളെ ആകർഷിക്കുന്നു, ഭൂതപ്രേതങ്ങളെ ആകർഷിക്കുന്നു. പുളിമരം വളർത്തുന്നത് നല്ലതിനേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. പുളിമരം വളർത്തുന്നത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കും. മാനസിക സമാധാനം നഷ്ടപ്പെടും. ദുഷ്ടശക്തികളുടെ ശല്യം കൂടും. അതുമാത്രമല്ല, വീടിനടുത്ത് പുളിമരം വളർത്തുന്നവർക്ക് പ്രേതബാധയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് മറക്കാതെ പുളിമരം വീടിനടുത്ത് വളർത്തരുത്. പുളിമരം വളർത്തിയാൽ കൂടുതൽ ദുരിതങ്ങൾ വരുമെന്ന് മുതിർന്നവരും പറയാറുണ്ട്. വീടിന് ചുറ്റും പുളിമരങ്ങൾ വളർത്തുന്നത് തീർച്ചയായും വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജം പ്രവേശിപ്പിക്കും. മരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇനി മൂന്നാമത്തെ സസ്യം എന്താണെന്ന് വെച്ചാൽ എരിക്ക് ചെടിയാണ്. ഈ ചെടികൾ ഒരിക്കലും വീട്ടിൽ വളർത്തരുത്. വളർത്തിയാൽ വീട്ടിലേക്ക് പ്രതികൂല ശക്തികൾ വരും. അതുമൂലം വീട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. എരിക്ക് പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. ആ എരിക്ക് പൂക്കൾക്കായി പലരും വീടിനടുത്ത് എരിക്ക് ചെടി വളർത്താറുണ്ട്. എന്നാൽ അബദ്ധത്തിൽ പോലും അങ്ങനെ ചെയ്യരുത്. എരിക്ക് ചെടികൾ പാടങ്ങളിലും മൈതാനങ്ങളിലും മാത്രമേ വളർത്താവൂ. അല്ലാതെ എരിക്ക് ചെടി വീടിനടുത്ത് വളർത്തിയാൽ അനാവശ്യ കഷ്ടപ്പാടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും വരും. ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് എരിക്ക് ചെടികൾ വീടിനടുത്ത് വളർത്തരുത്. അറിയാതെ വളർത്തിയാൽ ഉടൻ തന്നെ പിഴുതെറിയുക. വീടിനടുത്ത് വളർത്താൻ പാടില്ലാത്ത നാലാമത്തെ ചെടിയാണ് പപ്പായ മരം. മിക്കവാറും എല്ലാവരും വീടിനടുത്ത് പപ്പായ മരങ്ങൾ വളർത്താറുണ്ട്. എന്നാൽ ആർക്കും അറിയാത്ത ഒരു കാര്യം,
എന്തെന്നാൽ പപ്പായ മരങ്ങൾ വീടിനടുത്ത് വളർത്താൻ പാടില്ല, അല്ലാതെ വളർത്തിയാൽ ഐശ്വര്യം നഷ്ടപ്പെടും. പപ്പായ മരങ്ങൾ, പപ്പായ പഴങ്ങൾക്കായി എല്ലാവരും വളർത്താറുണ്ട്. എന്നാൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് അബദ്ധത്തിൽ പോലും വീട്ടിൽ പപ്പായ മരം നടാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആരും പപ്പായ മരം വീട്ടിൽ വളർത്തരുത്. അങ്ങനെ വളർത്തിയാൽ അത് നിങ്ങളുടെ സമ്പത്ത് പൂർണ്ണമായും നശിപ്പിക്കും. എവിടെയുമില്ലാത്ത കഷ്ടപ്പാടുകളെല്ലാം നിങ്ങൾക്ക് വരും. അറിയാതെ പപ്പായ മരം വളർത്തിയെങ്കിൽ ഉടൻ തന്നെ അത് പിഴുതെറിയുക. 5-ാമത്തെ സസ്യം നാരങ്ങ സസ്യം. അടുക്കള തോട്ടം ഇഷ്ടപ്പെടുന്നവർ പലപ്പോഴും തങ്ങളുടെ വീട്ടിൽ പലതരം പച്ചക്കറികൾ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വീട്ടിൽ നാരങ്ങ സസ്യവും വളർത്താറുണ്ട്. എന്നാൽ തെറ്റിദ്ധരിച്ചു പോലും വീട്ടിൽ നാരങ്ങ സസ്യം വളർത്തരുതെന്ന് ഓർക്കുക. ഈ നാരങ്ങ സസ്യം വീട്ടിൽ നട്ടാൽ കുടുംബത്തിൽ അശാന്തി ഉണ്ടാകുമെന്നും വീട്ടിലെ അംഗങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാതെയാകുമെന്നും എപ്പോഴും വഴക്കുകൾ ഉണ്ടാകുമെന്നും വീട്ടിലുള്ളവർക്ക് ദേഷ്യം വർദ്ധിക്കുമെന്നും ശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് വീട്ടിൽ നാരങ്ങ സസ്യം വളർത്തരുത്. അറിയാതെ വളർത്തിയെങ്കിൽ ഇപ്പോൾ പിഴുതെറിയുക. വീട്ടിൽ വളർത്താൻ പാടില്ലാത്ത 6-ാമത്തെ സസ്യം എന്താണെന്ന് വെച്ചാൽ അരയാൽ മരം. അരയാൽ മരം പലപ്പോഴും ക്ഷേത്രങ്ങൾക്ക് ചുറ്റും വളർത്താറുണ്ട്. പലരും ഇത് വളർത്താമെന്ന് കരുതി വീട്ടിൽ വളർത്താറുണ്ട്. വീട്ടിൽ അരയാൽ മരം വളർത്തുന്നത് പോസിറ്റിവിറ്റി നൽകുമെന്ന് കരുതുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണ്. യഥാർത്ഥത്തിൽ വീട്ടിൽ അരയാൽ മരങ്ങൾ വളർത്തുന്നത് തെറ്റാണ്. വീട്ടിൽ അരയാൽ മരം മുളയ്ക്കാൻ പോലും പാടില്ല. ഒരുപക്ഷെ വീട്ടിൽ അരയാൽ മരം മുളച്ചാൽ അത് പിഴുതെറിയുക. അല്ലെങ്കിൽ അത് നിങ്ങളുടെ സമ്പത്ത് പൂർണ്ണമായും നശിപ്പിക്കും. കഷ്ടപ്പാടുകൾ കൊണ്ടുവരും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം എന്നൊന്നും ഉണ്ടാകില്ല. ഇനി 7-ാമത്തെ മരം അരളി മരം. അരളി മരവും വീട്ടിൽ വളർത്തുന്നത് നല്ലതല്ലെന്ന് പറയുന്നു സ്തുതി വിദഗ്ധർ. ഈ മരത്തിൽ പൂക്കുന്ന പൂക്കൾ മനോഹരമായതുകൊണ്ട് പലരും അരളിച്ചെടി വളർത്താറുണ്ട്. ഈ പൂക്കൾ പൂജകളിലും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അരളിച്ചെടിയുടെ ഇലകളിലുള്ള രാസവസ്തുക്കൾ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. ഈ ചെടി വീട്ടിൽ വളർത്തുന്നത് വീട്ടിലുള്ളവർക്ക് അറിയാത്ത രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അരളിച്ചെടി വീട്ടിൽ വളർത്തരുത്. അറിയാതെ വളർത്തിയാൽ വീട്ടിൽ ലക്ഷ്മിദേവി നിൽക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ അരളിച്ചെടി ഉണ്ടെങ്കിൽ അത് പറിച്ചു കളയുക. പ്രകൃതിയിലെ സസ്യങ്ങളും മനുഷ്യന്റെ ദൈനംദിന ജീവിതവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചും വാസ്തുശാസ്ത്രം, ആത്മീയത, ആയുർവേദം എന്നീ തലങ്ങളിലൂടെ സസ്യങ്ങളെ എങ്ങനെ നോക്കിക്കാണണം എന്നതിനെക്കുറിച്ചുമാണ് ഈ വിവരണം വ്യക്തമാക്കുന്നത്. വീട്ടിൽ നിർബന്ധമായും വളർത്തേണ്ട കറ്റാർവാഴയുടെ അത്ഭുത ഗുണങ്ങളും അബദ്ധത്തിൽ പോലും വീട്ടുവളപ്പിൽ നിൽക്കാൻ പാടില്ലാത്ത ചില ചെടികളെക്കുറിച്ചുമാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. കറ്റാർവാഴയെ വെറുമൊരു ചെടിയായി കാണരുത്. ഇതിന്റെ അരികുകളിലെ മുള്ളുകൾ വീടിന്റെ സംരക്ഷണ കവചമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. കറ്റാർവാഴയിൽ മുക്കോടി ദേവതകൾ കുടികൊള്ളുന്നുണ്ടെന്നും ഇത് വീടിനു മുന്നിൽ വളർത്തിയാൽ മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ നോട്ടങ്ങളിൽ നിന്നും ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും വീടിനെ സംരക്ഷിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെയും ദുഷ്ടശക്തികളെയും വലിച്ചെടുത്ത് നിർവീര്യമാക്കാൻ ഇതിന് അപാരമായ കഴിവുണ്ട്. ലക്ഷ്മി ദേവിക്ക് അത്യധികം പ്രിയപ്പെട്ട ഈ സസ്യം വീട്ടിൽ പച്ചപ്പോടെ നിൽക്കുന്നത് സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കും. ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ അകറ്റി സമാധാനവും സ്നേഹവും നിലനിർത്താനും ഗ്രഹദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഇതിന് സാധിക്കും. ആയുർവേദത്തിൽ കുമാരി എന്ന് വിളിക്കപ്പെടുന്ന കറ്റാർവാഴ മനുഷ്യന്റെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സജീവ ഔഷധശാലയാണ്. ദഹനപ്രശ്നങ്ങൾ, അൾസർ, മലബന്ധം എന്നിവ മാറ്റാൻ ഇത് ഉത്തമമാണ്. ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും മുഖക്കുരു അകറ്റാനും മുടികൊഴിച്ചിൽ തടഞ്ഞ് താരൻ ഇല്ലാതാക്കാനും ഇതിലെ ജെൽ സഹായിക്കുന്നു. കൂടാതെ രാത്രിയിലും ഓക്സിജൻ പുറത്തുവിടുന്നതിനാൽ ഇത് മികച്ചൊരു വായു ശുദ്ധീകരണി കൂടിയാണ്. എന്നാൽ കറ്റാർവാഴ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇല മുറിക്കുമ്പോൾ വരുന്ന അലോയിൻ എന്ന മഞ്ഞ ദ്രാവകം കുറച്ചുനേരം വെച്ച് പൂർണ്ണമായും കളയണം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, വൃക്കരോഗികൾ എന്നിവർ വൈദ്യോപദേശം കൂടാതെ ഇത് ഉള്ളിലേക്ക് കഴിക്കാൻ പാടില്ല. കറ്റാർവാഴ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുമ്പോൾ ജീവിതത്തിൽ കടുത്ത ദാരിദ്ര്യവും അശാന്തിയും കൊണ്ടുവരുന്ന ചില സസ്യങ്ങളെക്കുറിച്ച് കടുത്ത മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇലന്ത മരം അഥവാ റേഗി മരം വീട്ടിൽ നിൽക്കുന്നത് പ്രതികൂല ഊർജം കൊണ്ടുവരികയും കുടുംബത്തിൽ കലഹങ്ങൾക്കും സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകുകയും ചെയ്യും. പുളിമരം വീടിനടുത്ത് നിന്നാൽ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം നശിക്കുകയും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പൂജകൾക്ക് ഉപയോഗിക്കാറുണ്ടെങ്കിലും എരിക്ക് ചെടി വീട്ടിൽ നട്ടാൽ അനാവശ്യ കഷ്ടപ്പാടുകൾക്കും സാമ്പത്തിക തകർച്ചയ്ക്കും വഴിവെക്കും. വാസ്തുശാസ്ത്രപ്രകാരം പപ്പായ മരം വീടിനടുത്ത് നിൽക്കുന്നത് വലിയ ദോഷമാണ്. ഇത് വീട്ടിലെ ഐശ്വര്യം പൂർണ്ണമായും കെടുത്തും. വീട്ടിൽ നാരങ്ങ സസ്യം വളർത്തിയാൽ കുടുംബത്തിൽ അശാന്തി പടരുകയും അംഗങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹം കുറയുകയും ചെയ്യും. ക്ഷേത്രങ്ങൾക്ക് ചുറ്റും നിൽക്കേണ്ട വിശുദ്ധ മരമായ അരയാൽ വീട്ടുപരിസരത്ത് വളർന്നാൽ ആ കുടുംബത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും വന്ന് നിറയും.
അരളിയുടെ പൂക്കൾ മനോഹരമാണെങ്കിലും ഇതിന്റെ ഇലകളിലെ രാസവസ്തുക്കൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് അത്യന്തം അപകടകരമായതിനാൽ ഇതും വീട്ടിൽ വളർത്താൻ പാടില്ല. ചുരുക്കത്തിൽ പ്രകൃതിയിലെ ഓരോ സസ്യത്തിനും അതിന്റേതായ ഒരു ഉദ്ദേശ്യമുണ്ട്. അവയെ ശരിയായ സ്ഥാനത്ത് നിർത്തുക എന്നതാണ് പ്രധാനം. സാമ്പത്തിക ഭദ്രതയും കുടുംബസമാധാനവും ആരോഗ്യവും ആഗ്രഹിക്കുന്ന ഏതൊരാളും തങ്ങളുടെ വീടിന്റെ മുറ്റത്തോ ബാൽക്കണിയിലോ ഒരു ചെറിയ ചട്ടിയിലെങ്കിലും കറ്റാർവാഴ നട്ടുവളർത്തണം. അത് നിങ്ങളുടെ വീടിനെ ഒരു ദേവാലയം പോലെ സംരക്ഷിക്കും. അതേസമയം വാസ്തുശാസ്ത്രം വിലക്കിയിട്ടുള്ള മരങ്ങൾ അറിയാതെ പോലും വീട്ടുപരിസരത്ത് വളർത്തരുത്. ഈ അറിവുകൾ ഉൾക്കൊണ്ട് പ്രകൃതിയെയും ശാസ്ത്രത്തെയും ബഹുമാനിച്ച് ജീവിച്ചാൽ ഏത് വീട്ടിലും ഐശ്വര്യം കളിയാടും.